കിലോമീറ്ററോളം ഓടിയെത്താൻ ആ വണ്ടിക്ക് സാധിച്ചില്ല. പക്ഷേ തോറ്റു കൊടുക്കാൻ യമഹ തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം RX 135 എന്ന മോഡൽ യമഹ ഇറക്കുകയും നല്ല ജനപ്രീതി നേടുകയും പക്ഷേ 90കളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഹീറോ ഹോണ്ട CBZ ഉൾപ്പെടെയുള്ള 4 സ്ട്രോക്ക് വണ്ടികൾ നല്ല മൈലേജ് നല്ല പെർഫോമൻസ് കൊടുക്കാൻ തുടങ്ങിയതോടെ യമഹ RX 100 തട്ട് താഴാൻ തുടങ്ങി. അതിനുശേഷം യമഹ RX 135നെ 5 സ്പീഡ് ഗിയർ ബോക്സോടെ CBZ-ലും പവർഫുള്ളായി ഇറക്കിയെങ്കിലും മൈലേജായി അവിടെയും. അതോടൊപ്പം പൾസർ 150 എന്ന കൊലകൊമ്പന്റെ ഉദയവും. അതോടെ RX 135ന്റെ വിൽപ്പനയിൽ വലിയ ഇടിവ് സംഭവിച്ചു. അതോടൊപ്പം 2005 ഗവൺമെന്റ് 2 സ്ട്രോക്ക് വണ്ടികളുടെ ഉൽപാദനം ബാൻ ചെയ്തതോടുകൂടി യമഹ RX 100 RX 135 എന്ന വണ്ടികളുടെ വിജയഗാഥ അവസാനിക്കുകയായിരുന്നു. പക്ഷേ ഇന്നും RX 100 ഒപ്പത്തോടൊപ്പം ചീറി പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് തനിക്ക് എതിരാളികളായി വന്ന വണ്ടിയുടെ ഏട്ടന്മാരോടൊപ്പമാണ്. അതെ, ഇന്ത്യയിൽ പകരം വെക്കാൻ പകരക്കാരനില്ലാത്ത ഏക വണ്ടി ഒരു പക്ഷേ അത് RX 100 മാത്രമാകാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ദിവസം മറ്റൊരു നല്ല വിഷയമായി കാണുന്നവരെ ബൈ.